നമസ്കാരം. മഹാനടൻ സലീം കുമാറിന്റെ വിയോഗവും ഒപ്പം ആ സംസ്കാര ചടങ്ങിനിടെ നടന്ന ചില സംഭവ വികാസങ്ങളും മകൻ ചന്തുവിന്റെ മാധ്യമങ്ങളോടുള്ള പൊട്ടിത്തെറിയും രാഹുൽ മാങ്കൂട്ടത്തിനും ദിലീപിനും കൊടചൂടിക്കൊടുത്ത കേരള പോലീസും ഒക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യ. അതായത് നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ടൊരു നടൻ നമ്മളെ വിട്ടു പിരിയുകയാണ്, ഒരു മരണം സംഭവിക്കുകയാണ്. തീർച്ചയായും അത് റിപ്പോർട്ട് ചെയ്യപ്പെടണം. അദ്ദേഹത്തിന്റെ വിയോഗം അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വിയോഗവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തെ അത് ക്യാമറയിൽ ഒപ്പിയെടുത്ത് അവർ കരയുന്നത് നോക്കി, അവർ വൈകാരികമായി പ്രതികരിക്കുന്നതൊക്കെ നോക്കി അതെല്ലാം ക്യാമറയിലും മൊബൈലിലും പകർത്തി മാർക്കറ്റ് ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. അത് മാധ്യമ പ്രവർത്തനമല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് ലവലേശം ദുഃഖം തോന്നുന്നില്ല. ഇത് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ എന്ന ചോദ്യം എന്തായാലും ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇത് പറയേണ്ടതുണ്ട്. ഇത് മാധ്യമ പ്രവർത്തനമല്ല. മരണ വീട്ടിൽ കണ്ണീരിന് മുമ്പിൽ ക്യാമറയും ദുഃഖത്തിന് മുമ്പിൽ മൈക്കും നീട്ടുന്നവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയല്ല, മനുഷ്യത്വത്തിന്റെ അതിരുകൾ ലംഘിക്കുകയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സലീം കുമാറിന്റെ മരണം റീച്ച് ഉണ്ടാക്കാൻ ഉന്തും തള്ളും ഉണ്ടാക്കി ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളോടും നീലക്കുയിൽമാരോടും പൊട്ടിത്തെറിച്ച് മാറി നിൽക്ക്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചന്തു ചോദിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. മരിച്ചു കിടക്കുന്നത് അയാളുടെ അച്ഛനാണെന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കടാ എന്ന് മാധ്യമങ്ങളോട് ജനങ്ങൾ പറയേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിലും വലിയ നാണക്കേട് മാധ്യമങ്ങൾ ഏറ്റുവാങ്ങാനുണ്ടോ? തീർത്തും അപലപനീയം എന്ന് പറയാതെ വയ്യ. മാത്രമല്ല, ഇത്തരം സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചന്തു ഈ പൊട്ടിത്തെറിച്ച വീഡിയോകൾ പുറത്തു വരുമ്പോൾ പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് എന്താണെന്നറിയോ? അത് മറ്റേ നീലക്കുലുമാരും അവരും മാത്രമാണെന്ന് പറയാം. അവര് മാത്രമല്ല, നിങ്ങളും സ്വയമാണ് എന്ന് പറയാതെ വയ്യ. അതായത് അവരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട ബർമൂട അതെങ്ങനെയാ അങ്ങനെ വരിക? നിങ്ങളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് ഈ കാര്യത്തിൽ എന്നുള്ളതാണ്. എന്നിട്ട് പിടിയിലാകുമ്പോൾ അതെല്ലാം അവരുടെ തലയിൽ മാത്രം വെച്ച് കെട്ടുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതായത് അവർ ചെയ്യുന്ന സെയിം സാധനം തന്നെ നിങ്ങൾ മറ്റൊരു രീതിയിൽ ചെയ്യുന്നു. അവർ അത് യൂട്യൂബ് വഴി പ്രചരിപ്പിക്കുന്നു, അവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ ഇത് ചാനൽ വഴി, അതായത് സാറ്റലൈറ്റ് ചാനൽ വഴി നിങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് നീലക്കുയിലുമാരുടെ ഒരു പ്രോ വേർഷൻ ആണ് നിങ്ങൾ എന്നുള്ളതാണ്. അത് നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ലാതെ ഒരു പ്രതിബദ്ധത കൊണ്ടോ വല്ലാത്ത രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാം. ഓരോ ആഴ്ചയിലും വരുന്ന ഈ TRP റേറ്റ്, ഈ റേറ്റിംഗ് നിരക്ക്, ബാർട്ട് റേറ്റ്, ഇതൊക്കെ ഉയർത്താൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന നിങ്ങളുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഓരോ മരണ വീട്ടിലും ഈ കാണിക്കുന്ന ഈ കൊത്തിപ്പറി എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? മരണം വാർത്തയാക്കാം, പക്ഷെ ദുഃഖിതരെ വേട്ടയാടാൻ പാടില്ല. മരണ വീട്ടിൽ ആദ്യം വേണ്ടത് ക്യാമറയല്ല, കരുണയാണെന്ന് ഈ ഘട്ടങ്ങൾക്ക് എന്നാണ് മനസ്സിലാവുക? വാർത്ത ശേഖരിക്കുന്നതും വേദനയിൽ ഉഴലുന്നവരെ ശല്യപ്പെടുത്തുന്നതും രണ്ടാണ് എന്ന ബോധ്യം ഓരോ മാധ്യമ പ്രവർത്തകനും വേണം. ഈ കൊത്തിവലിക്കൽ കൊണ്ട് TRP റേറ്റ് ഉയർന്നേക്കാം, പക്ഷെ മനുഷ്യത്വം താഴെയാകരുത്, താഴെ പോകരുതെന്ന് ഈ കൂട്ടരോട് എനിക്കിപ്പോൾ സമയത്ത് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലത്ത് വാർത്തകൾ മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു, അല്ലെ? ഇന്ന് ചിലർ മനുഷ്യരുടെ വേദനയെ വാർത്തയാക്കുന്നില്ല, മറിച്ച് വാർത്തയ്ക്ക് വേണ്ടി വേദനയെ തേടുകയാണ്. കഴുകന്റെ കണ്ണ് ശവശരീരത്തിലാണെങ്കിൽ ചില മാധ്യമങ്ങളുടെ കണ്ണ് കണ്ണീരിലും റേറ്റിംഗിലുമാണ്. ഇത് തിരുത്തപ്പെടേണ്ടതുണ്ട്, അത് തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കഴുകൻ പറക്കലായി മാറരുത്. മനുഷ്യവേദനകളുടെ മുകളിൽ വട്ടമിട്ട് ലാഭം തേടുന്ന സംസ്കാരം ഒരു സമൂഹത്തിനും ഭൂഷണമല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഒക്കെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ മാതൃഭൂമിയുടെ ഒരു ക്യാമറമാൻ ആണെന്നു ആരോ അത്തരത്തിൽ ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. അത് കൊല്ലപ്പെടലല്ല, അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. കാട്ടാനെ ചവിട്ടിക്കൊന്നു എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വളരെ ലളിതമായി വളരെ ഭംഗിയായ വാർത്ത കൊടുക്കുകയാണ് മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ്? ചവിട്ടി കൂട്ടി എന്നും അതുപോലെ തന്നെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ ഈ പറയുന്ന വീട്ടിലുള്ള ആളുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കത് വേദനിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് അറിയാം. അപ്പൊ സ്വന്തം വീട്ടിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നന്നായി അറിയാം. അന്യന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ആ തിയറിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ രീതിയിലുള്ള കുപ്പായമിട്ട് രംഗത്തേക്ക് വരുന്നത്. എന്തായാലും തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഓരോ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇത്തരം മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലുകൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ ഈ കുറ്റങ്ങൾ കാണിച്ചു കൂടുന്ന ചെറ്റത്തരം കാരണം നമുക്ക് പോലും പല ഇടങ്ങളിലും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ കാണിച്ചു കൂട്ടിയാൽ മതിയല്ലോ, അതെല്ലാവർക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്നുള്ളതാണ്.
പലയിടങ്ങളിലൊക്കെ വാർത്ത ശേഖരിക്കാനൊക്കെ പോകുമ്പോൾ, ചില വാർത്തകളൊക്കെ എടുക്കാനൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ഇവന്മാരൊക്കെ കാണിച്ചു കൂടുന്ന കാട്ടിക്കൂട്ടല് കാരണം നമ്മുടെ അടുത്തും അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നാറുണ്ട്. ഇതുവരെ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടൊന്നും ഞാൻ എന്റെ മൊബൈൽ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ക്യാമറ എടുത്തുകൊണ്ടോ പോയി ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അത് വിറ്റിട്ട് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ അത് വിറ്റിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു ലാഭം കൊയ്യുക എന്ന ലക്ഷ്യമൊന്നും നമുക്കില്ല എന്നുള്ളതാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒന്ന് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയോ പൈസ ഉണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് ശബ്ദം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ജേർണലിസം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു ശബ്ദം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ നല്ല ദേഷ്യം തോന്നുന്നത്. ഇപ്പൊ അത് മാത്രമല്ല, മറ്റൊരു കാഴ്ച എന്താ നമ്മൾ കണ്ടത്, ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന ദിലീപിനും കൂട്ടപ്പിടിച്ചു കൊടുക്കുകയാണ് കേരള പോലീസ്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. എന്താണ് ഈ സർക്കാരിന്റെ നിലപാടെന്ന് തന്നെയാണ് പലരും ചോദിക്കുന്നത്. ഈ ദിലീപിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടക്കുന്ന ഓരോ ഘട്ടത്തിലും ദിലീപിന് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നത് UDF തന്നെയാണ്. അന്ന് വലിയ വിമർശനങ്ങളൊക്കെ നേരിടുന്ന സമയത്തും ദിലീപ് കോൺഗ്രസിന്റെ പല വേദികളിലും ഒക്കെ പങ്കെടുത്ത് പ്രത്യക്ഷപ്പെട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ്? ഇപ്പോഴും അയാൾ പ്രതിസ്ഥാനത്ത് തന്നെയല്ലേ. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അഭ്യർത്ഥന നടത്തുന്നു, അവസാനം അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു, അവസാനം ഗർഭചിത്രം നടത്തുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പക്ക ക്രിമിനൽ. ആ ഫ്രോഡിന് കേരള പോലീസ് കൊട ചൂടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട ചൂടി കൊടുത്ത പോലീസിനാണ് ആദ്യം പുറത്താക്കാൻ എന്നുള്ളതാണ്. ഇത്രയേറെ സാമാന്യ വിവരം വേണ്ടേ പോലീസിന്? അത് കൊട ചൂടി കൊടുത്തിരിക്കുന്നു. ഇവന്മാർക്ക് രണ്ടും കൊട ചൂടി കൊടുത്തിട്ട് മറ്റൊരാളെ സംബന്ധിച്ച് ഇപ്പോ താൽക്കാലികമായിട്ട് കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയിരിക്കുകയാണെന്ന് വിചാരിക്കാം. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാർ സുപ്രീം കോടതിയിൽ ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഈ സർക്കാർ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. ഈ സർക്കാർ ആർക്കൊപ്പമാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഈ കാലഘട്ടത്തിൽ ഇരയ്ക്കൊപ്പമാണോ ഈ സർക്കാർ, വേട്ടക്കാരനൊപ്പമാണോ ഈ സർക്കാർ എന്നൊക്കെ വ്യക്തമായ ചിത്രം എന്തായാലും ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളിൽ നിന്നും പല ചിത്രങ്ങളിൽ നിന്നും പല നിമിഷങ്ങളിൽ നിന്നും ഒക്കെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത്, അതായത് ഈ ചന്തു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന മാധ്യമങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ കുറെ ബാക്കിലേക്ക് ഇറങ്ങിയാ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തിനാണ് അവിടെ പോയി ഇതൊക്കെ പകർത്തിയെടുക്കുന്നത്? ആർക്കാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇതൊക്കെ ഇങ്ങനെ പകർത്തി എടുക്കണം എന്ന്, അല്ലെങ്കിൽ ഇതൊക്കെ പകർത്തിക്കൊണ്ട് വരണം എന്നുള്ള വാശിയുള്ളത്? മാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുമ്പോൾ ഒരു പൊട്ടൻ, ഇവരുടെ കൂട്ടത്തിലുള്ള നേതാവ് അങ്ങ് ഷാളനയിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. വിവരം ഉണ്ടോ അവനൊക്കെ എന്നൊക്കെ ചോദിച്ചു പോവാണ്. അങ്ങനെ വിവരമില്ലാത്ത വലിയൊരു കൂട്ടം ആളുകളെയൊക്കെ നമ്മൾ ഇതിനിടയിൽ കാണുകയാണ്. കുറെ ആൾക്കാർ സെൽഫി എടുക്കാൻ നടക്കുന്നു, അതെടുക്കാൻ നടക്കുന്നു, ഇതെടുക്കാൻ നടക്കുന്നു. മാത്രമല്ല, VD സതീശൻ അവിടെ മാധ്യമങ്ങളുടെ അടുത്തൊക്കെ വലിയ രീതിയിലൊക്കെ പൊട്ടിത്തെറിക്കുന്നേ കണ്ടു. ഏതാ VD സതീശൻ സ്വന്തം നീലക്കുയിലുമാർ അവിടെ വന്ന് നിൽക്കുന്നത്. ആ നീലക്കുയിലുമാരെയൊക്കെ ആദ്യം അടക്കി നിർത്താൻ മുഖ്യമന്ത്രി കഴിയണമെന്നുള്ളതാണ്. ആളുകളെ സ്വകാര്യതയിലേക്കാണ് അവർ ഈ മൊബൈലും പിടിച്ചുകൊണ്ട് ഞാൻ ചെല്ലുന്നത്. അവിടെയൊക്കെ ID-കളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്ന ചിത്രങ്ങൾ പക്ക സർട്ടിഫിക്കറ്റ് ചിത്രങ്ങൾ എന്ന് പറയാതെ വയ്യ, അല്ലെങ്കിൽ പക്ക മസാല ചിത്രങ്ങൾ എന്ന് പറയാതെ വയ്യ. എന്നിട്ട് ആ പേജുകളൊക്കെ ആരെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ നേതാക്കളെ ഈ VD സതീശൻ അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന ടീമുകളാണ് ഈ പറയുന്ന നീലക്കുയിലും സംഭവങ്ങളും. എങ്ങനെയാണല്ലേ അവരെയൊക്കെ കൂട്ടാൻ കഴിയുക? എങ്ങനെയാണ് അവർക്ക് ശബ്ദം ഉയർത്താൻ കഴിയുക? അല്ലേ മുഖ്യമന്ത്രി? എന്തായാലും ഇത്തരം ആളുകൾക്കൊക്കെ ഈ UDF-ന്റെ ഭരണകാലത്ത് എന്തായാലും കുശാലാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ വിമർശിക്കേണ്ട ഇടങ്ങളിൽ വിമർശിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ്. മഹാനടനായിട്ടുള്ള സലീം കുമാർ, അദ്ദേഹത്തെ പറ്റി ആലോചിക്കുമ്പോൾ എപ്പോഴും എന്നും ഒക്കെ വലിയ ഒരു അഭിമാനമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സിനിമാ നടൻ എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയം പറയാൻ, താൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാനൊക്കെ അദ്ദേഹത്തിന് ഒരു ചലിപ്പം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കലാകാരന്മാരെ സംരക്ഷിക്കാൻ കഴിവുള്ളത് അത് ഇടതുപക്ഷത്തിലാണെന്നും, ഇടതുപക്ഷം എന്ന് പറയുന്നത് കലാകാരന്മാരെന്നും ചേർത്തിരുത്തിയിട്ടുള്ളതെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ അത് നിലപാട് പറയാനായിട്ടൊന്നും ഒരു മടി കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു. നിലപാടിന്റെ ഒരു രാജകുമാരൻ തന്നെയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ സലീം കുമാറിന്റെ സിനിമയിലെ ഒരു ഡയലോഗെങ്കിലും പറയാതെ നമ്മൾ ആരും, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും ഒരു ദിവസം കടന്നു പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മഹാനഷ്ടം തന്നെയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ, വിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ ക്യാമറയും മൊബൈലും എടുത്തുകൊണ്ട് തൂക്കിയെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകരുത്. എന്നിട്ട് പിടിയിലായി കഴിയാൻ നേരത്ത് അത് ഞങ്ങളല്ല അവരാണെന്നൊക്കെ പറയുന്ന ഈ നാറിയ പരിപാടി ഇതോടെ നിർത്തിയേക്കണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.